കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡ് പ്രോബ്ലംസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തേ? അതിലെ എക്സാമ്പിൾസ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. അതില് ഫസ്റ്റ് വൺ ഹോംവർക്ക് ആയിട്ട് തന്നായിരുന്നോ? എക്സൈസ് 2.5 ചെയ്തില്ല എല്ലാരും? എക്സൈസ് 2.5 ആദ്യത്തെ രണ്ടെണ്ണം തോന്നുന്നു അല്ലേ? ആദ്യത്തെ ഒന്ന് മാത്രമാണോ ഹോംവർക്ക് ആയിട്ട് തന്നെ? ഓക്കെ, ഒന്ന് മാത്രം. ഓക്കെ, അപ്പോ ആ എക്സൈസ് 2.5 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? A person earned, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A person earned rupees 9,93,452 in a year. He was able to save rupees 2,54,008 rupees 2,54,008 during the year. How much did he spend? Question ഒന്നുകൂടി വായിക്കാം. A person earned rupees 9,93,452 in a year. He was able to save rupees 2,54,008 during the year. How much did he spend? ഒരാള് ഒരു വർഷം എത്ര രൂപ ഏൺ ചെയ്തിട്ടുണ്ട്? എത്ര രൂപ ഏൺ ചെയ്തിട്ടുണ്ട്? 9,93,452 rupees ഏൺ ചെയ്തിട്ടുണ്ട്. അതായത് അയാൾക്ക് സാലറി ആയിട്ടോ എന്തെങ്കിലും വിറ്റിട്ട് കിട്ടതോ എങ്ങനെങ്കിലും ആയിട്ട് ഒരു വർഷം 9,93,452 rupees അയാളുടെ കയ്യിൽ കിട്ടി. Then he was able to save 2,54,008 rupees during the year. അയാൾക്ക് അയാളുടെ ചെലവെല്ലാം കഴിഞ്ഞിട്ട് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപ ബാക്കിയുണ്ട് കയ്യില്? 2,54,008 rupees. അത്രയും രൂപ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ how much did he spend? എത്ര രൂപയായിരിക്കും അയാള് സ്പെൻഡ് ചെയ്തത്? എങ്ങനെ ചെയ്യും? ടോട്ടൽ ഏൺ ചെയ്ത എമൗണ്ടിൽ നിന്ന് സേവ് ചെയ്ത എമൗണ്ട് മൈനസ് ചെയ്താൽ പോരെ? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു വർഷം ആവുമ്പോഴത്തേക്ക് ഇപ്പൊ ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഡിസംബർ ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ഒരു 1,000 rupees ഉണ്ടെന്ന് വിചാരിച്ചോ. സോറി, 1,000 rupees നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വർഷം. അതിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയത് 200 rupees ആണ്. നിങ്ങൾക്ക് 1,000 rupees കിട്ടി ടോട്ടൽ ആയിട്ട്. അതിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയത്, അതായത് നിങ്ങളുടെ ചെലവെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് 200 rupees ആണെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ചെലവായി? ആ 1,000-ൽ നിന്ന് 200 മൈനസ് ചെയ്താൽ മതിയല്ലോ. 800 rupees നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെയാണ് ഇവിടെ ടോട്ടൽ ഏൺ ചെയ്ത എമൗണ്ടിൽ നിന്ന് സേവ് ചെയ്ത എമൗണ്ട് മൈനസ് ചെയ്താല് എന്ത് കിട്ടും? അയാള് സ്പെൻഡ് ചെയ്ത എമൗണ്ട് കിട്ടും. അപ്പൊ അതെങ്ങനെയാ നമ്മൾ എഴുതുക? ആൻസർ ആയിട്ട് എങ്ങനെ എഴുതുക? എങ്ങനെയാ എഴുതുന്നത്? Wait.
ഓക്കെ. എന്താ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്താ എഴുതാ? ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്? ആരാ ഇതിങ്ങനെ വരച്ചോണ്ടിരിക്കുന്നേ? ആരാ സ്ക്രീനിൽ വരച്ചപ്പോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഏർണിങ്സ് ഇൻ ആൻ ഇയർ അല്ലേ? ആരാ സ്ക്രീനിൽ വരച്ചോണ്ടിരിക്കുന്നേ? ദേഷ്യം പിടിപ്പിക്കരുത്, സ്ക്രീനിൽ ടച്ച് ചെയ്യണ്ട, നന്നേ ഞാൻ പറഞ്ഞതാ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? earnings per year. എത്ര earnings per year? എത്രയാണെന്ന് തന്നിട്ടുണ്ട്? That is equal to rupees 9,93,452. 452. Next step and the next step. Next step. Savings during the year. Savings during the year. എത്ര savings? That is equal to 2,54,008 rupees. അങ്ങനെയാണെങ്കിൽ expense during the year. എങ്ങനെ കണ്ടുപിടിക്കും expense? എങ്ങനെ കണ്ടുപിടിക്കും? That is equal to 9,93,452 minus 2,54,008. ഒന്ന് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. $9,93,452 minus 2,54,008. കിട്ടിയോ ആൻസർ? എന്താ ഏഞ്ചലെ? ഇത് നോട്ട്ബുക്കിലോട്ട് ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റ്യൻ പിന്നെ എഴുതിയാൽ മതി, ഇപ്പൊ ആൻസർ മാത്രം എഴുതിയെടുത്താൽ മതി. കിട്ടിയോ ആൻസർ? മൈനസ് ചെയ്തിട്ട് ആൻസർ കിട്ടിയോ? 9,93,452 minus 2,54,008. Answer is 7 lakh 1 minute.
7,39,444. 7,39,444. അതാണോ കിട്ടിയേ? മൈനസ് ചെയ്തിട്ടതാണോ കിട്ടിയേ? നോക്കട്ടെ, ആർക്കും റിപ്ലൈ ഇല്ലല്ലോ. മുഹമ്മദിന് അത് തന്നെ. ഹന്ന റോസ് ഓക്കെ, ആദിത്യൻ ഓക്കെ, ഗ്രേസ് ഓക്കെ. ഓക്കെ, അപ്പൊ അത് തന്നെ ആൻസർ കിട്ടിയല്ലേ? $7,39,444. ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എഴുതിയെടുത്തില്ല എല്ലാരും? Okay, next question, page number 90. A computer and a printer together cost rupees 74,843. If the computer cost rupees 59,899, find the cost of the printer. Question മനസ്സിലായോ? ഇല്ല. A computer and a printer together cost rupees 74,843. If the computer cost rupees 59,899, find the cost of the printer. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നു. സപ്പോസ് അങ്ങനെ വിചാരിച്ചു, വീട്ടിലേക്ക് നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നു. നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന്റെ കൂടെ പ്രിന്ററും കൂടി വാങ്ങുന്നുണ്ട്. കമ്പ്യൂട്ടറും പ്രിന്ററും ഒരുമിച്ചാണ് വാങ്ങുന്നത്. അപ്പൊ ആ രണ്ടിനും കൂടി, കമ്പ്യൂട്ടറിനും പ്രിന്ററിനും കൂടി എത്ര രൂപയായി? 74,843 റുപ്പീസ് ആയി. കമ്പ്യൂട്ടറിനും പ്രിന്ററിനും കൂടി 74,843 റുപ്പീസ് ആയി. ഇനി കമ്പ്യൂട്ടറിന് മാത്രം 59,899 റുപ്പീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിന്ററിന് എത്രയായിരിക്കും ചെലവായിട്ടുണ്ടാവുക? പേജ് നമ്പർ 90, ക്വസ്റ്റ്യൻ 3. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ എമൗണ്ടിൽ നിന്ന്, ടോട്ടൽ രണ്ടിനും കൂടി ചെലവായ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാ? കമ്പ്യൂട്ടറിന്റെ മാത്രം എമൗണ്ട് മൈനസ് ചെയ്യാം. ഒന്ന് നിങ്ങള് ക്വസ്റ്റ്യൻ എഴുതാതെ ആൻസർ മാത്രം ഒന്ന് എഴുതിയിട്ട് കണ്ടുപിടിച്ചേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ട് കണ്ടുപിടിച്ചേ. ആൻസർ മാത്രം എഴുതിയാൽ മതി. ആൻസർ പറഞ്ഞേ. Just look. Answer is 14,944. ആണോ കിട്ടിയേ? ആണോ? യെസ്, അതുള്ള തന്നെയാ കിട്ടിയേ. പിന്നെ ലക്ഷ്മിപ്രിയ അതാണോ കിട്ടിയേ? ഹന്ന യെസ്. സായി കൃഷ്ണ യെസ്. ഓക്കെ. ഏഞ്ചൽ അതന്നെ, എഡിൻ അതന്നെ, മുഹമ്മദിന് അതന്നെ. അപ്പൊ ഓക്കെ, വേർഡ് പ്രോബ്ലംസ് ചെയ്യാൻ അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? മനസ്സിലായില്ലേ? ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാല്, ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തില് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, എത്ര എണ്ണം ഉണ്ട് അവിടെ? 1 2 3 4 5 6 7 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എപ്പോഴാ ക്ലാസ് വരുന്നേ?
ശനിയാഴ്ചയല്ലേ? യെസ്, ശനിയാഴ്ച നെക്സ്റ്റ് ക്ലാസ് വരുന്ന മാത്സിന്റെ. അപ്പോഴത്തേക്ക് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് ഈ 7 ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുവോ? ക്വസ്റ്റ്യന്റെ മീനിങ് ഞാനിപ്പോ പറഞ്ഞുതരാം. എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് മീനിങ് പറഞ്ഞുതരാം. അപ്പൊ ബാക്കിയുള്ള 7 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുവോ? ഇന്ന് തന്നെ ചെയ്യണ്ട, നാളത്തേക്കും വേണ്ട, വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് മതി, മറ്റന്നാളത്തേക്ക് മതി. ടൈം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കണേ, ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ നോക്കണേ. 4th one, the population of a town in 2007 was 22,57,760 and in 2009 was 34 lakh. Find the increase in population. ഒന്നുകൂടി വായിക്കാം. The population of a town in 2007 was 22,57,760 and in 2009 was 34 lakh. Find the increase in population. എന്താ ക്വസ്റ്റ്യൻ? ഒരു ടൗണിലെ പോപ്പുലേഷൻ, ഒരു ടൗണിലെ ആൾക്കാരുടെ എണ്ണം 2007 എത്രയാന്ന് തന്നിട്ടുണ്ട്? 22,57,760. ഇനി ഒരു വർഷം കഴിഞ്ഞ് 2008 കഴിഞ്ഞ് 2009 34 lakh. ഈ 22,57,000 സംതിങ്ങിൽ നിന്ന് 34 ലാഖിലേക്ക് എത്തി പോപ്പുലേഷൻ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. എത്രയാണ് പോപ്പുലേഷനിലെ ഇൻക്രീസ്? എത്ര ആൾക്കാരുടെ എണ്ണമാണ് കൂടിയിട്ടുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കും? 2009 പോപ്പുലേഷനിൽ നിന്ന് 2007 പോപ്പുലേഷൻ മൈനസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, then 5th one, the male population of a country is 7,56,27,986. The female population is 1,56,07,389, less than the male population. What is the female population? സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ 10 ബോയ്സ് ഉണ്ട്. 10 ബോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിനേക്കാളും 4 കുറവാണ്. There are 10 boys in a class. The girls are 4 less than the number of boys. What is the number of girls? Less than എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, 6 അല്ലെ? ടോട്ടൽ ഗേൾസിന്റെ ബോയ്സിന്റെ എണ്ണത്തിൽ 4 എണ്ണം കുറവാണ്. ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 4 കുറച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനോ. ഒരു കൺട്രിയിലെ മെയിൽ പോപ്പുലേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. മെയിലിന്റെ എണ്ണം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്ര? 7,56,27,986. The female population is 1,56,07,389 less than the male population. മെയിൽ പോപ്പുലേഷനേക്കാളും ഈ പറഞ്ഞ അത്രയും കുറവാണ് ഫീമെയിലിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഫീമെയിൽ പോപ്പുലേഷൻ? ആ തന്നിരിക്കുന്ന മെയിൽ പോപ്പുലേഷനിൽ നിന്ന് തന്നിരിക്കുന്ന നമ്പർ മൈനസ് ചെയ്യാം. Okay, then 6th one, rupees 4,03,15,248 was given to build a dam. Out of this, rupees 2,87,06,579 was spent. How much money was left? ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഒരു എമൗണ്ട് കൊടുത്തു. ആദ്യത്തെ എമൗണ്ട്, ആദ്യം തന്നിരിക്കുന്ന എമൗണ്ട് ഒരു ഡാം കെട്ടാൻ വേണ്ടി, ഡാം ബിൽഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിനകത്തുനിന്ന് 2,87,06,579 was spent. അത്രയും രൂപ ചെലവായി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ബാക്കിയുണ്ട്? ടോട്ടൽ കൊടുത്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് എക്സ്പെൻസ് കഴിച്ചിട്ട്, സ്പെൻഡ് ആയ എമൗണ്ട് കഴിച്ചാൽ കയ്യിൽ ബാക്കിയുള്ളത് കിട്ടുമല്ലോ.
നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെല്ലാ ക്വസ്റ്റ്യനും ഒരേ ഫോമിൽ തന്നെയാ വരുന്നത്. ആ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റിൽ കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 6ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നെക്സ്റ്റ് 7th വൺ. ഇതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? എന്താണെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയോ? ഇതെല്ലാം തന്നിരിക്കുന്ന നമ്പേഴ്സ് വലിയതാ. ക്രോഴ്സിലും 10 ക്രോഴ്സിലും 10 lakhsലും ഒക്കെ തന്നിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ ഇതിന്റെ നമ്പേഴ്സ് ഫിഗേഴ്സ് വലിയതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 7th വൺ. 36,76,47,858 liters of milk was produced in a year. ഒരു വർഷം ഇത്രയും ലിറ്റേഴ്സ് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Out of this 28,58,92,979 liters of milk was made into butter. ആദ്യം തന്നിരിക്കുന്ന ഫിഗർ എത്ര ലിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടാമത് തന്നിരിക്കുന്ന ഫിഗർ അത്രയും ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബട്ടർ ആക്കി മാറ്റുന്നുണ്ട്. ബട്ടർ മീൻസ് വെണ്ണ. അത്രയും മിൽക്ക് ബട്ടർ ആക്കി മാറ്റുന്നുണ്ട്. What quantity of milk was not made into butter? അങ്ങനെയാണെങ്കിൽ ബട്ടർ ആക്കാത്ത, ബട്ടറിലേക്ക് ചേഞ്ച് ചെയ്യാത്ത മിൽക്കിന്റെ എമൗണ്ട് എത്രയാ? സോറി, ക്വാണ്ടിറ്റി എത്രയാ? ടോട്ടൽ ലിറ്റേഴ്സ് ഓഫ് മിൽക്കിൽ നിന്ന് ബട്ടറിലേക്ക് മാറ്റുന്നതിനെ മൈനസ് ചെയ്താല് ബട്ടറിലേക്ക് മാറ്റാത്തത് കിട്ടുമല്ലോ. അത്രേ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് 8th വൺ. The price of a factory is rupees 23 crore 50 lakh 20,000. A man has 17 crore 82 lakh 32,749 with him. How much more money does he need to buy the factory? ഒരു ഫാക്ടറിന്റെ വില, എന്തോ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, ആ ഫാക്ടറിന്റെ വില എത്രയാണ്? പ്രൈസ് എത്രയാന്ന് കൊടുത്തിട്ടുണ്ട്? 23 crore 50 lakh 20,000. ഒരാളുടെ കയ്യില് 17 crore 82 lakh 32,749 rupees ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫാക്ടറി വാങ്ങാൻ വേണ്ടി എത്ര രൂപ കൂടി അയാൾ കൂടുതൽ എടുക്കണം? എത്ര എമൗണ്ട് കൂടി അയാൾ കൂടുതൽ എടുക്കണം? ആ ഫാക്ടറിയുടെ എമൗണ്ടിൽ നിന്ന് അയാളുടെ കയ്യിലുള്ള എമൗണ്ട് മൈനസ് ചെയ്താല് ബാക്കി എത്ര കൂടി ആഡ് ചെയ്യണമെന്ന് കിട്ടും. ഇപ്പൊ നിങ്ങള് ടൗണിലോട്ടൊക്കെ നടക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം കണ്ടു, ഡ്രസ്സോ എന്തെങ്കിലും ഒന്നും കണ്ടു, അതിന്റെ പ്രൈസ് ഒരു 1000 rupees ആണ്. 1000 rupees ആണെന്ന് വെച്ചോ, നിങ്ങളുടെ കയ്യിൽ ആകെ 600 rupees ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൂടി നിങ്ങൾ കൂട്ടണം ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ വേണ്ടി? 1000 നിന്ന് നിങ്ങളുടെ കയ്യിലുള്ള 600 മൈനസ് ചെയ്താൽ മതി. ബാക്കി 400 rupees കൂടി ആഡ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ വേണ്ടി. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫാക്ടറിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഒരാളുടെ കയ്യിലുള്ള എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫാക്ടറി വാങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾ എത്ര രൂപ കൂടി ആഡ് ചെയ്യണം? ഫാക്ടറിയുടെ പ്രൈസിൽ നിന്ന് കയ്യിലുള്ള പ്രൈസ്, കയ്യിലുള്ള എമൗണ്ട് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് 9th വൺ. Rupees 50 crore was given for development. Out of this, അല്ലെങ്കിൽ ആ 9th ഉം 10th ഉം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് 5 എണ്ണം ചെയ്താൽ മതി. 4, 5, 6, 7, 8 ആ 5 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ബാക്കി 9 ഉം 10 ഉം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് അപ്പോ എപ്പോഴത്തേക്കാ ചെയ്യണ്ടേ?
ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് ചെയ്തിട്ട് പേഴ്സണലായിട്ട് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം തീരാറായല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.